ഹായ്, ഞാൻ ഐശ്വര്യ, വെൽനസ് കോച്ചാണ്. നമ്മൾ ചെയ്തു കൊടുക്കുന്ന മെത്തേഡ്സ് നോക്കുവാണെങ്കിൽ ഡയറ്റ്, വർക്ക്ഔട്ട്, ന്യൂട്രീഷൻ ഇത് മൂന്നും കൂടി ചേർന്നാണ്. ഇതിൽ വർക്ക്ഔട്ട് സെഷൻസ് ഉണ്ട്. വർക്ക്ഔട്ട് ആണെങ്കിൽ രാവിലെയും വൈകിട്ടും ആയിട്ടാണുള്ളത്. രാവിലെ 6:30 ആണ് ടൈമിംഗ്, ഓൺലൈൻ ആയിട്ടാണ്. അതേപോലെ തന്നെ ഈവനിങ് ജുംബ സെഷനും ഉണ്ട്. 5 o'clock ആണ് ടൈം വരുന്നത്. പിന്നെ നോർമലി നോക്കുവാണെങ്കിൽ ഓരോ വ്യക്തികൾക്ക് വേണ്ട പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ആണ് ഉണ്ടാവുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാല് എന്തുകൊണ്ടാണ് വെയിറ്റ് ഗെയിൻ ചെയ്തത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കാരണം നമ്മൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് രാജാവിനെ പോലെ കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് രാജാവ് കഴിക്കുന്ന പോലെയുള്ള ഭക്ഷണങ്ങളാണോ കഴിക്കാറുള്ളത്? രാവിലെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൊറോട്ട കഴിക്കാറുണ്ട്, അതേപോലെ തന്നെ പൂരി, ഇങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണ് ഇൻടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് തന്നെ പറയാം. പതുക്കെ പതുക്കെ നമ്മളെ ബോഡിയിലേക്ക് ഫാറ്റ് പെർസെൻറ്റേജ് കൂടാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഇത് പൊണ്ണത്തടിയായിട്ട് മാറി തുടങ്ങി. സോ ഇവിടെയാണ് നമ്മൾ മാറി ചിന്തിക്കേണ്ടത്. നോർമലി നമ്മൾ കഴിക്കുന്ന ഫുഡിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ കാലറി വാല്യൂ വളരെ കൂടുതലാണ്. സോ ഇവിടെ നമ്മൾ പറയുന്നത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വേൾഡ് നമ്പർ 1 ഫുഡാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കുവാണെങ്കിൽ രാവിലെ നമ്മൾ കുടിക്കുന്ന ഒരു ചായ, ഒരു ദിവസം ഒരു ചായയിൽ മാത്രമല്ല 3-4 ഗ്ലാസ്സിൽ കൂടുതൽ ചായ കുടിക്കുന്ന ആളുകളുണ്ട്. സോ ഇവിടെ മുതൽ തന്നെ നമുക്ക് മാറ്റം ചെയ്തു തുടങ്ങാം. ഏകദേശം 0 to 4 കാലറി വരെ മാത്രമുള്ള എനർജി ഡ്രിങ്ക് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, വേൾഡിലെ നമ്പർ 1 ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങൾക്ക് രാവിലെ ഈ ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാനിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുക. സോ ഒരു ന്യൂട്രീഷൻ കിറ്റ്, 21 ദിവസത്തേക്കുള്ള ന്യൂട്രീഷൻ കിറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഏകദേശം നോക്കുവാണെങ്കിൽ ഇതിൽ ആ ഒരു എനർജി ഡ്രിങ്ക് 30 ഡേയ്സിലേക്ക് തന്നെ ഉണ്ടാവും. ഈ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ തന്നെ നിങ്ങൾ എത്രത്തോളം എന്തൊക്കെ ഫുഡ് കഴിക്കണം, എന്ത് ഫുഡ് കഴിക്കാൻ പാടില്ല, എന്തൊക്കെ ആഡ് ചെയ്യണം എന്ന് ഡെയിലി ബേസിസിലുള്ള ഫോളോ അപ്പ് ഉണ്ടാവും. ഡെയിലി നിങ്ങളെ വിളിച്ച് തന്നെ ഫോളോ അപ്പ് ചെയ്യും. അതുകൊണ്ടൊന്നും ടെൻഷൻ ആവണ്ട. കാരണം ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കാൻ പോണ സമയത്ത് തന്നെയാണെങ്കിലും വേണമെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എക്സാം എഴുതി പാസ് ഔട്ട് ആവാനുള്ള കാര്യമുള്ളൂ. പക്ഷെ ഒരാളെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധ വന്ന് നല്ല രീതിയിൽ നമ്മൾ എന്താ പറയാ റിസൾട്ട് എടുക്കാനൊക്കെ നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കോച്ചിങ് ആണ് ഇമ്പോർട്ടന്റ്. സോ അതേപോലെ തന്നെ വീട്ടിലിരുന്ന് പല ആളുകളും പറയുന്ന ഒരു കാര്യം, ഈ വീട്ടിലിരുന്ന് ചെയ്താൽ പോരെ. വീട്ടിലിരുന്ന് പല ആളുകൾക്കും മൈൻഡ് സെറ്റ് കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഒരു ക്രേവിങ്ങിന്റെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. സോ അതിനു വേണ്ടിയിട്ടാണ് ഒരു പേഴ്സണൽ കോച്ചിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവണ്ട. 100% സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പേഴ്സണൽ കോച്ചസ് ഉണ്ടാവും, ഞങ്ങളുണ്ടാവും. സോ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, കറക്റ്റ് ആയിട്ട് എന്താണോ ഈ ഒരു ലിങ്ക് അയച്ചു തന്ന ആള് നിങ്ങളോട് പറയുന്നത് അത് അനുസരിച്ച് ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് കാര്യങ്ങൾ അറിയണം, നമ്മൾ ആയിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് അയച്ചു തന്ന ആളുമായിട്ട് ഷെയർ ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം.